ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പർപ്പിളിൽ തിരുവല്ലയിൽ പുതിയ ഓഫ്ലൈൻ സ്റ്റോർ വന്നിട്ടുണ്ട്. അവിടെ പോയി എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ഒന്നാമത് തന്നെ നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങണമെന്ന് പറഞ്ഞ് പോയതല്ലേ ഗൈസ്. പർപ്പിളിൻ്റെ ഒരു കട നമ്മുടെ തിരുവല്ലയിൽ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അത് പോയി നോക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണല്ലോ. അതും പറഞ്ഞ് പോയതാണേ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ പെമ്പിള്ളേരാണല്ലോ ഗൈസ്. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് വെറും കൈയോടെ ഇറങ്ങി വരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വാങ്ങിച്ചാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഇതിനകത്ത് കിടക്കുന്നത് ഫേസ് സ്കാനിയുടെ ഒരു കാജിലാണ്, ബ്ലാക്ക് കാജിലാണ്. ഇത് നമ്മൾ വാങ്ങിച്ചതല്ല. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീ ബൈ ആയിട്ട് കിട്ടിയതാട്ടോ ഈ കാജിൽ. പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് കിടക്കുന്നത് ഈ കാർമസിയുടെ ഒരു ഫേഷ്യൽ റേസർ ആണ്. ഇത് മറ്റേ 3 എണ്ണത്തിൻ്റെ പാക്കാണ്. നമ്മൾ ഫേസ് റേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ കാർമസിയുടെ തന്നെ ആട്ടോ ഉപയോഗിക്കുന്നത് റേസർ. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഈ 3 എണ്ണത്തിന് ഇതിനകത്ത് റേറ്റ് വന്നേക്കുന്നത് 249 പക്ഷേ ഈ റേറ്റ് നോക്കണ്ട. അവിടെ ഇപ്പോൾ ഓപ്പണിംഗ് ഓഫേഴ്സ് ഉണ്ട്. ഓപ്പണിംഗ് ഓഫേഴ്സ് മാത്രമല്ല, സാധാരണ നമ്മുടെ പർപ്പിളിൻ്റെ ആപ്പിൽ നമുക്ക് കിട്ടുന്ന ഓഫേഴ്സ് എല്ലാം സ്റ്റോറിലും അവൈലബിൾ ആട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അവിടെ പുതുതായിട്ട് തുടങ്ങിയോണ്ട് ഓപ്പണിംഗ് ഓഫേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പ്രൈസ് നോക്കണ്ട. പക്ഷേ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഇത് ആഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസർ ആണ്. അവൻ്റെ ക്രീം തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് കണ്ടപ്പോൾ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് പ്രൈസ് വരുന്നത് 470. പക്ഷേ ഇതിനെല്ലാത്തിനും ഓഫർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ഗോൾഡിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് മമ്മിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അടുത്തത് കുറച്ച് മാസ്ക് ആണ് ഗൈസ്. ഇത് മമ്മിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ. ഇത് മാസ്കിനൊക്കെ അവിടെ ബൈ ടു ഗെറ്റ് ഓഫർ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതിൻ്റെ 4 സെയിം ഒന്ന് തന്നെ. ഇതും ഗുഡ് വൈബ്സിൻ്റെ തന്നെ ബ്രൈറ്റനിങ് ഷീറ്റ് മാസ്കാണ്. ഇത് നമ്മൾ 4 വാങ്ങിച്ചായിരുന്നു. ഒരെണ്ണം ഓൾറെഡി മമ്മി യൂസ് ചെയ്തു. പിന്നെ അടുത്തത് ഗൈസ്, ഇതാണ് ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിന് സത്യം പറഞ്ഞാൽ ഇത് വാങ്ങണമെന്നൊന്നും വിചാരിച്ചതേ അല്ല. അവിടെ ചെന്നപ്പോൾ ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമുക്ക് അവിടെ നിന്ന് കിട്ടിയ അവിടെ നിൽക്കുന്ന ചേച്ചി ഭയങ്കര അടിപൊളിയാണ്. ചേച്ചിയോട് നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോരോ പ്രോഡക്റ്റ് ഓഫ് കോഴ്സ് അവർ സജസ്റ്റ് ചെയ്യുള്ളൂ ഗൈസ്. അങ്ങനെ ചേച്ചി സജസ്റ്റ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണിത്. അത് കണ്ടപ്പോൾ നേരം ആ ഒരു ദുർബല നിമിഷത്തിൽ ഞാനത് വാങ്ങുകയും ചെയ്തു ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളേ നമുക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൊറിയൻ സ്കിൻ കെയർ ആണ്. നമ്മുടെ ഫാം സ്റ്റേ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ സെറവും ആണ്. ഇതിൻ്റെ ആക്ച്വലി ടോണറും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൂടെ മേടിക്കണേ, ആ ഒരു റേഞ്ച് ഫുള്ള് മേടിക്കണേ, നമ്മൾ ആ റേഞ്ച് നമുക്ക് പറ്റിയ റേഞ്ച് അല്ല കേസ്. അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. അത് ചേച്ചിയോട് പറഞ്ഞു, ആദ്യം ചേച്ചിയോട് പറഞ്ഞു ടോണറും സെറം കൂടെ എടുക്കാനാണ്. പിന്നെ ചേച്ചി പറഞ്ഞു ടോണറിനേക്കാളും കുറച്ചുകൂടെ നല്ലത് മോയ്സ്ചറൈസർ തന്നെ എടുക്കുന്നതായിരിക്കും, കാരണം ഇത്രയും രൂപയ്ക്ക് വാങ്ങുന്നതല്ലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു സെറവും മോയ്സ്ചറൈസറും മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് 2 വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ പർപ്പിൾ ബൈസ് എന്ന് പറയുന്നത്. അപ്പോൾ തിരുവല്ലക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്കിൻ കെയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പർപ്പിളിൻ്റെ സ്റ്റോർ പോയി വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ.